വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൂട്ടുകാരൻ്റെ ഒരു കോള് വന്നു. അവൻ്റെ വണ്ടിക്കകത്ത് ഫ്ലോർ മാറ്റ് ഒട്ടിക്കണം. അപ്പോൾ അതിന് എവിടെ പോകണമെന്ന് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു എനിക്കൊരു കട അറിയാം, നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ആൾക്കൂട്ടം കണ്ട് നിർത്തി നോക്കിയപ്പോൾ ഒരു സ്വിഫ്റ്റ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോറൂം എത്തിയപ്പോൾ 2.5 മണിക്കൂർ ടൈം എടുക്കുമെന്ന് പറഞ്ഞു ഫ്ലോർ മാറ്റ് ചെയ്യാൻ. അങ്ങനെ 2.5 മണിക്കൂർ ചിലവാക്കാൻ വേണ്ടി നമ്മൾ നേരെ റോട്ടിലൂടെ നടന്നു. അങ്ങനെ ഒരു ഞാവൽപ്പഴം മരത്തിൻ്റെ കീഴെ ചെന്നപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കട നടത്തുന്ന ചേച്ചി ഞാവൽപ്പഴമൊക്കെ പറിച്ചു തന്നു. അത് കഴിഞ്ഞ് നേരെ പോയി ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റും ഒക്കെ കഴിച്ചു. ഇത്രയൊക്കെ ആയിട്ട് 3/4 മണിക്കൂർ പോലും സമയം പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് കാറ് കൊടുത്തെടുത്ത് തന്നെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും പകുതി പോലും പണിയായിട്ടില്ല. അവർ സീറ്റൊക്കെ അയച്ച് വെളി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഭായിമാരോട് പെട്ടെന്ന് തീർത്തു തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടന്നപ്പോൾ നല്ല മാങ്ങാപ്പഴം കണ്ടു. അവിടെ കയറിയപ്പോൾ സെയിം മാങ്ങാപ്പഴം തന്നെ വെച്ചുള്ള ജ്യൂസ് കിട്ടി. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയായിരുന്നു ആ ഒരു ജ്യൂസ്. വീണ്ടും ഇനി അതിലെ പോകുമ്പോൾ കുടിക്കണം എന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നു. നേരെ ഷോറൂം എത്തിയപ്പം എന്തോ ഒരു തകരാറ് പോലെ അവർക്ക് എടുത്തു വെച്ച സീറ്റ് തിരിച്ച് കയറ്റി വെക്കാൻ അറിയത്തില്ലഞ്ഞിട്ടാണോ എന്താണെന്നറിയത്തില്ല. അവർ പണിതുകൊണ്ടിരുന്ന എല്ലാ ചട്ടന്മാരും വെളിയിറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ ഒരു സീറ്റാണെങ്കിൽ വെളിയിലിരിപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവരെങ്ങനെയോ ഒരു സൈഡ് ഫുൾ പണി തീർത്തു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പണിയെല്ലാം തീർത്ത് ലാസ്റ്റ് വണ്ടിയുമായിട്ട് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നേരെ CDMൽ പോയി കുറച്ച് ക്യാഷ് ഇടാനുണ്ടായിരുന്നു, അത് വിട്ടു. അങ്ങനെ ലാസ്റ്റ് വണ്ടിയായിട്ട് വീട്ടിലെത്തി.